തിരുവൈരാണിക്കുളം നടതുറപ്പ് മഹോത്സവം 2023-24. KSRTC പ്രത്യേക സർവീസുകളും ക്രമീകരണങ്ങളും. എറണാകുളം ജില്ലയിൽ ആലുവ താലൂക്കിൽ ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്തിൽ വെള്ളാരപ്പള്ളി ഗ്രാമത്തിൽ പെരിയാറിന്റെ വടക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം. പരമശിവനും പാർവതിയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ. എല്ലാ വർഷവും ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ 12 ദിവസം മാത്രമേ ശ്രീ പാർവതി ദേവിയുടെ നട തുറന്ന് ഭക്തർക്ക് ദർശന സൗകര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ദേവിയെ ദർശിക്കാൻ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്നത്. ജാനുവരി 2024 ജാനുവരി 6 രാത്രി 8 മണിക്ക് നട അടയ്ക്കുന്നതോടുകൂടി ഈ വർഷത്തെ നടതുറപ്പ് മഹോത്സവം അവസാനിക്കുകയാണ്. KSRTC വളരെ വിപുലമായ ഒരു സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പാലക്കാട്, തൃശ്ശൂർ ഭാഗങ്ങളിൽ തൊട്ട് ബജറ്റ് ടൂറിസം പദ്ധതി പ്രകാരം ദിവസേന 40-50 ബസ്സുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഭക്തജനങ്ങൾക്ക് വളരെയധികം സഹായകരമാണ്. ആലുവയിൽ നിന്ന് പിന്നെ KSRTCയുടെ ഈ ഗതാഗത സൗകര്യം പ്രയോജനപ്പെടുത്തിയാണ് അവർ ഇവിടെ എത്തുന്നത്. KSRTC ദിവസേന 180-ൽ പരം ട്രിപ്പുകൾ ഈ നടതുറപ്പ് പ്രമാണിച്ച് ദിവസവും ഓടിക്കുന്നുണ്ട്. തിരുവൈരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീ പാർവതി ദേവിയുടെ ദർശന പുണ്യത്തിനായി എത്തുന്ന ഭക്തജനങ്ങൾക്കായി KSRTC പതിവിലും കൂടുതൽ പ്രത്യേക സർവീസുകൾ ഇക്കൊല്ലവും നടത്തുകയുണ്ടായി. വിവിധ സ്ഥലങ്ങളിൽ നിന്നും KSRTC ആലുവ യൂണിറ്റിലെത്തുന്ന ഭക്തജനങ്ങൾക്കായി യാത്രക്കാരുടെ തിരക്കനുസരിച്ച് കൃത്യമായ ഇടവേളകളിൽ സർവീസുകൾ ക്രമീകരിച്ചിരുന്നു. രാവിലെ 4:30 ആരംഭിക്കുന്ന സർവീസ് രാത്രി 8:30 വരെ 145ഓളം ട്രിപ്പുകൾ തീർത്ഥാടകരുടെ തിരക്കനുസരിച്ച് നടത്തുകയുണ്ടായി. കൂടാതെ KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം സെൽ പാറശാല മുതൽ പാലക്കാട് വരെയുള്ള വിവിധ ഡിപ്പോകളിൽ നിന്നും 100-ൽ പരം തീർത്ഥാടന യാത്രാ സർവീസുകളും നടത്തുകയുണ്ടായി. KSRTC ഒരുക്കിയ പ്രത്യേക സർവീസുകളുടെയും സജ്ജീകരണങ്ങളുടെയും ഫലമായി യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിലെത്തുന്നതിനും ശ്രീ പാർവതി ദേവിയുടെ ദർശന പുണ്യം നേടി മടങ്ങുന്നതിനും സാധിച്ചു എന്നത് അഭിമാനകരമായി KSRTC കരുതുന്നു. KSRTC എന്നും ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് സ്വന്തം. സുഖയാത്ര, സുരക്ഷിത യാത്ര.